ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഹെന്ന തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് മുടി വളർച്ചയ്ക്കും താരനും എല്ലാത്തിനും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെന്ന സിമ്പിളായി റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ചെരുവത്തിൽ അതായത് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം അടുപ്പിൽ വെച്ചേച്ചും അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലൊരു വലിയ സ്പൂൺ നിറച്ച് തേയില, അതായത് നമ്മുടെ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കടുപ്പത്തിൽ നിന്നിട്ട് ഇത് വേവിച്ച് തേയില നന്നായിട്ട് വെന്ത് ഇതുപോലെ പതഞ്ഞ് വെന്ത് നന്നായിട്ട് വരണേ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ തീ കുറച്ച് വെച്ച് തേയില വേവിക്കുവാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തേയില വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ നമ്മളെ നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചിയുടെ മരത്തിൽ നിന്ന് കമ്പ് ഒടിച്ചുകൊണ്ട് വന്നിട്ട് അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയ ഒരു പരുവത്തിലോട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ കഴുകി തോർത്തി ഉണക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഊർത്തി എടുത്തിട്ട് കഴുകുവാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിൽ വെള്ളത്തിൻ്റെ അംശം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടർത്തി എടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ മൈലാഞ്ചി എടുക്കുമ്പോൾ തന്നെ നല്ല മൂത്ത ഇലയുള്ള കമ്പുകളെ നമ്മൾ ഒടിക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഈ തലയിൽ തേക്കാനുള്ള എണ്ണ ഉണ്ടാക്കുമ്പോൾ മൂക്കാത്ത ഇല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇത് നല്ല മൂത്ത ഇലയാണ്. അപ്പോൾ നമ്മളത് നോക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട്, അതായത് നന്നായിട്ട് നമ്മൾ സാധാരണ അരി അരയ്ക്കാനൊക്കെ വലിയ ജാറിൽ എടുക്കുന്നത്, അതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള ജാറ് വേണം ഉപയോഗിക്കാൻ. നല്ല പേസ്റ്റ് പോലെ അരയാനുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ജാറിലോട്ട് ഇട്ടിട്ടുള്ള ഈ മൈലാഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കട്ടൻ ചായ ഉണ്ടല്ലോ കടുപ്പത്തിൽ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളത്തിൻ്റെ, അതായത് ജലാംശം കൂടാൻ പാടില്ല. അതിപ്പോൾ തേയില വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും പാകത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള തേയില മട്ടും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു അളവിൽ നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുവേ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ആദ്യം ഒരു റൗണ്ട് കറക്കി ചതച്ചൊരു രീതിയിലോട്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര സ്പൂണ് പഞ്ചസാരയും കൂടിയാണ് ഇതിൽ ചേർക്കുന്നത്. നമുക്കിത് ഉരുക്കി ചേർക്കാം, പഞ്ചസാര വെറുതെയും ചേർക്കാം, ഏത് രീതിയിലും കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര. അപ്പോൾ നമുക്കിത് അരച്ചത് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല തലയിലൊക്കെ തേക്കുമ്പോൾ ഒലിക്കാൻ ചാൻസ് ഉണ്ട്, അതിനാണ് സെറ്റാക്കുന്നത്. നല്ല തണുപ്പും കിട്ടും, താരം പോകാനും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണ്. നമ്മൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കാരണം നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.